ആറന്മുളയ്ക്കായി വീണ ജോർജ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെയാണ് പ്രധാന വിഷയമെന്നും ആറന്മുളയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും കുമ്മനം രാജശേഖരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബി.ജെ.പിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പേര് ആറന്മുളയിൽ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, സ്ഥാനാർത്ഥിയാകുന്നത് മത്സരിക്കാനാണ്, മത്സരിക്കുന്നത് ജയിക്കാനാണ്. ആ ജയം എനിക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ ആറന്മുളയിലെ സമരത്തിനൊക്കെ സമരനായകനായി നിന്ന ഒരാളാണ്. ആ രീതിയിൽ ആറന്മുളയിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അന്യനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കാൻ പോകുന്നത് ആ ജനങ്ങളുടെ ആവശ്യവും അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ആക്ഷേപങ്ങളെയും അവലാദികളെയും എല്ലാം വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു വികസനവും ഉണ്ടാകാത്തൊരു ഭൂപ്രദേശത്ത് ആ നാടിനൊരു ഉയർച്ച ഉണ്ടാകണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹമാണ് ഞാൻ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. നല്ലൊരു നിർണായകമായ ഒരു 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 തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വീണ ജോർജ് ആരോഗ്യമന്ത്രി ആണ് അവിടെ LDFന്റെ. അവരൊരു എതിർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എങ്ങനെയാണ് അത് രാജേട്ടൻ കാണുന്നത്? അല്ലേ, ഒരു തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആ നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പണിതീരാത്ത ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ഈ അടുത്ത കാലത്ത് നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത്. അതല്ലല്ലോ, ആ നാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരികവും ധാർമ്മികവും അവരുടെ സാമൂഹ്യപരവും സാമ്പത്തികപരവും കാർഷികപരമായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള വ്യാപാര മേഖലയിൽ ഇതിലൊക്കെ എന്താ പുരോഗതി ഉണ്ടായിരിക്കുന്നു, മാറ്റം വികസനം എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അതിനുത്തരം കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ ക്രിയാത്മക അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ പോസിറ്റീവ് രാഷ്ട്രീയം പറയുന്ന ആളാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ആറന്മുളയിൽ എങ്ങനെയായിരിക്കും ഫലപ്രദമാവുക? അല്ല, അവിടെ പോസിറ്റീവായിട്ടൊരു രാഷ്ട്രീയമേ ഞാൻ പറയുന്നുള്ളൂ. വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് പോസിറ്റീവ് രാഷ്ട്രീയം. വികസനമാണ്, ആ നാടിന് വികസനം ഉണ്ടാകും. ഇത്രയും വലിയ ലോക പ്രശസ്തമായ ഒരു വലിയ പൈതൃക ഗ്രാമം ഇങ്ങനെ അനാഥമായി ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു സ്ഥിതി കിടക്കുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? അപ്പോൾ അതിൻ്റെ വികസനമാണ്, അതിനെ ലോകത്തിൻ്റെ പ്രശസ്തിയുടെ നെറുകയിലെത്തിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവസാനമായി ഒരു ചോദ്യം കൂടെ. ഈ ഗവർണർ സ്ഥാനത്തൊക്കെ ഇരുന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഗവർണറും ഇതുമായിട്ട് എന്താ ബന്ധം? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഗവർണറാകാൻ പറഞ്ഞാൽ ഗവർണറാകും, MLA ആകാൻ ജനങ്ങൾ പറഞ്ഞാൽ MLA ആകും. ഏത് കാര്യം പൊതുജനങ്ങളെ സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതിന് കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. ശബരിമല ഇവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമോ? തീർച്ചയായിട്ടും ആണല്ലോ, ആകേണ്ട കാര്യമില്ല. ആണല്ലോ, ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതല്ലേ. ഏതായാലും വളരെയധികം നന്ദി. കുമ്മനം പറയുന്നത് പോസിറ്റീവ് രാഷ്ട്രീയമാണ് ആറന്മുളയിൽ ചർച്ചയാകേണ്ടത്. ആറന്മുളയ്ക്ക് വേണ്ടിയും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ വളരെ പോസിറ്റീവായിട്ട് വരും, അവിടെ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കുമ്മനം രാജശേഖരൻ ന്യൂസ് മലയാളത്തോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ രതീഷ് കട്ടലയ്ക്കൊപ്പം VS അനു, ന്യൂസ് മലയാളം.